പ്രിയമുള്ള കൂട്ടുകാരെ, ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ ഹൗ ടു ബിക്കം ഡിപ്ലോമാറ്റിക് എന്ന ടോപ്പിക്കുമായി നിങ്ങളോടൊപ്പം ഖദീജ എബി. പ്രിയമുള്ളവരെ, നമുക്കറിയാം നാം ഓരോരുത്തരും വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകൾ കൊണ്ട് സമ്പന്നരാണ്. അല്ലെങ്കിൽ ആ സമ്പന്നതയെക്കുറിച്ച് പറയാതിരിക്കുകയായിരിക്കും ഭേദമല്ലേ. എന്നിരുന്നാലും ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഒന്നിച്ചുള്ള ജീവിതത്തിൽ പല അഭിപ്രായങ്ങളെ ബഹുമാനിക്കേണ്ടതായും ചിലപ്പോൾ ചിലതിനെ തള്ളിക്കളയേണ്ടതായും വരും. അപ്പോൾ തന്നിഷ്ടം അവിടെ കയറി വരാതെ സൂക്ഷിക്കുകയും വേണം. അതായത് തന്നിഷ്ടം, നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് ചെയ്യാം, പക്ഷേ അത് ഒരു അഹങ്കാരത്തിൻ്റെ ഭാഗമാവരുത്. അപ്പോഴാണ് നയതന്ത്രത്തിൻ്റെ പ്രാധാന്യം നാം ആലോചിക്കുക. നയതന്ത്ര ബന്ധം എന്നൊക്കെ നാം പലപ്പോഴും രാജ്യങ്ങളുടെ കാര്യത്തിൽ കേട്ടിട്ടുണ്ടാവുമല്ലേ. നമുക്കറിയാം, നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെയും ഓരോ നയതന്ത്രജ്ഞൻ മറ്റു രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കും. അവരാണ് നമ്മുടെ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികപരവുമായ അഭിപ്രായങ്ങളെ ആ രാജ്യത്തെ അറിയിക്കുകയും പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ തീരുമാനമെന്ത് എന്നൊക്കെ അറിയിക്കേണ്ടതും. എന്നാൽ ഇതൊരു രാജ്യത്തിൻ്റെ മാത്രം കാര്യമാണോ? അല്ല. നമ്മുടെ ചെറിയ കുടുംബങ്ങളിൽ നിന്ന് തന്നെ നയതന്ത്രജ്ഞത തുടങ്ങേണ്ടിയിരിക്കുന്നു. പലപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതിൽ നമ്മുടെ അഭിപ്രായം മാത്രം മുന്നിട്ട് നിൽക്കണമെന്ന് വാശി പിടിക്കുമ്പോഴാണ് കുടുംബജീവിതം തകിടം മറിയുന്നത്. എന്തൊക്കെയാണ് നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടവർ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. 1. ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ വ്യക്തവും ശക്തവുമായ തീരുമാനങ്ങളും അതോടൊപ്പം കൃത്യമായ അറിവുമുണ്ടായിരിക്കണം. ആ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. 2. മറ്റുള്ളവൻ്റെ അഭിപ്രായത്തെ ക്ഷമാപൂർവം കേൾക്കുവാനുള്ള കഴിവും സമയവും നമുക്കുണ്ടായിരിക്കണം. അല്ലാതെ നാം പറയുന്നത് എന്തും അവിടെ നടക്കും എന്നുള്ള രീതിയിലുള്ള ഭാവം മാറ്റിവെക്കേണ്ടതുണ്ട്. 3. താൻ പോരുമ ഒഴിവാക്കണം. അതായത് ഞാനാണ് ഇവിടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, നിങ്ങളെല്ലാം അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള ഒരു തീരുമാനം ആരെടുത്താലും അതിന് കുറച്ച് നാളത്തെ നിലനിൽപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 4. ഒരിക്കലും നയതന്ത്രപരമായ തീരുമാനമെടുക്കുന്നയാൾ പ്രലോഭനങ്ങൾക്ക് വശംവദനാവാൻ പാടില്ല. നമുക്ക് പല വാഗ്ദാനങ്ങളും പല ഭാഗങ്ങളിൽ നിന്നും കിട്ടിയേക്കാം, കുടുംബജീവിതത്തിലല്ല സമൂഹ ജീവിതത്തിൽ. അപ്പോൾ അതിനൊന്നും നാം ഇടം കൊടുക്കാതെ കൃത്യമായ എന്നാൽ വ്യക്തമായ ഒരു തീരുമാനം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് നമുക്കും നമ്മുടെ എന്നുവെച്ചാൽ ആരാണോ ഈ അഭിപ്രായത്തിൻ്റെ കേൾവിക്കാരായും അതിൻ്റെ സുഖം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ടവർ അവർക്കും അനുയോജ്യമായ രീതിയിലുള്ള ഒരു തീരുമാനമായിരിക്കണം അവിടെ ഉണ്ടാകേണ്ടത്. ഏതായാലും നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, ഒരുപാട് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടുള്ള ജീവിതം നിത്യവും നാം കാണാറുണ്ട്. ഏതായാലും ഈ തന്ത്രങ്ങളും മന്ത്രങ്ങളും കുതന്ത്രങ്ങളും എല്ലാം മാറി നിന്നുകൊണ്ട് നയപരമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും അതുപോലെ സാമൂഹിക ജീവിതത്തിലും ഒരുപാട് ഉപകാരം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വിഷയത്തിൽ നിന്നും വിടവാങ്ങുന്നു.